ഓക്കെ, അപ്പോൾ നമുക്കിനി മാത്സ് ആണ് ചെയ്യാനുള്ളത്. നമ്മളിതിൻ്റെ മുന്നേ ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലെ മാത്സ് പാർട്ടാണ്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. 51ാമത്തെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതെന്താണ്? ദ ഡൊമൈൻ ഓഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് ലോഗ് എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 9. ഇതിൻ്റെ ഡൊമൈനാണ്, ലോഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ആദ്യം നമ്മുടെ ലോഗ് ഇല്ലാത്ത ഫംഗ്ഷൻ അതേപോലെ തന്നെ എഴുതുക. ഇത് കഴിഞ്ഞിട്ടുള്ളത് എക്സ് സ്ക്വയർ മൈനസ് എന്താണ് 10x പ്ലസ് 9 എന്ന് വരും അല്ലേ, പ്ലസ് 9 എന്ന് വരും. ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 9 അല്ലേ, ഇങ്ങനെ എഴുതാം. അതെങ്ങനെ വരിക, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ്, എക്സ് ഇൻറ്റു മൈനസ് 9 മൈനസ് 1 ഇൻറ്റു എക്സ്, മൊത്തം മൈനസ് 10x കിട്ടും. മൈനസ് 1 ഇൻറ്റു മൈനസ് 9 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്ലസ് 9 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, എക്സ് എന്ന് പറയുന്നത് 1ഉം അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ് 9ഉമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്കിത് ഇതിൻ്റെ നമുക്ക് ഡൊമൈൻ എഴുതാം. ഡൊമൈൻ ഇങ്ങനെയായിരിക്കും വരിക. ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് 1 വരെ, ഓക്കെ എവിടെ വരുന്നത് 1 വരെ വരും, 1 വരെയും വരും. അതിനുശേഷം 1 to 9 ഉണ്ടാവില്ല, 9 തൊട്ട് അങ്ങോട്ടും ഉണ്ടാവും. അതായത് മൈനസ് ഇൻഫിനിറ്റി ടു 1 വരെയും 9 to എന്താ വരിക, ഇൻഫിനിറ്റി വരെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള 1 to 9 എന്തുണ്ടാവില്ല, ഇതിൻ്റെ ഡൊമൈൻ ആയിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ യൂണിയൻ ആയിരിക്കും വരിക. ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഫോർ വാട്ട് വാല്യൂ അല്ലെങ്കിൽ വാല്യൂസ് ഫോർ ദ റിയൽ നമ്പർ പി ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പി എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3 ഈക്വൽ ടു 0 ലൈസ് എബവ് ദ എക്സ് ആക്സിസ്. അതായത് പിക്ക് ഏത് വാല്യൂ വരുന്നതാണെങ്കിൽ, ഏത് റിയൽ വാല്യൂ വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പി എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3 എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് മുകളിൽ ലൈസ് എബവ് ദ എക്സ് ആക്സിസ് എന്നാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ പറഞ്ഞാൽ മതി. ഇത് എന്താണ്, നമുക്ക് അതിൻ്റെ ഒരു ബി സ്ക്വയർ മൈനസ് 4 ഈസി ചെയ്ത് നോക്കാം. അതായത് എന്താണ്, അതെന്താ സാധനം, ഒരു മിനിറ്റ്, അതെന്താ സാധനം, ഡിക്രിമെൻ്റ് കാണാം. ഈ ഡിക്രിമെൻ്റ് എന്തായിരിക്കണം, ഡി ലെസ് ദാൻ 0 ആയാൽ മതി. എക്സ് ആക്സിസിൻ്റെ എബവ് ലൈസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് നോക്കിയാൽ മതി. ബി സ്ക്വയർ മൈനസ് 4ac ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എയും ബിയും സി എന്താ, അതൊന്നും നമുക്ക് എടുത്ത് എഴുതാം. എ ബി സി എന്താണെന്നുള്ളത് അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാന്നുള്ളൂ. എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് ഇവിടെ എന്താ -2 ആണ്, സി എന്ന് പറയുന്നത് എന്താണ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ മൈനസ് 2ac ഇങ്ങനെ വരും, ഈക്വൽ ടു -2 ഇവിടെ -2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ്, ഇൻറ്റു 3 എന്ന് വരും. ഇത് എത്ര വരും, ഇവിടെ 4 വരും. 4 മൈനസ് എന്ത് വരും, ഒരു സെക്കൻഡ്. ഇവിടെ നമ്മൾ എ എന്ന് പറയുന്നത്, അതായത് ഇവിടെ എ ഈക്വൽ ടു 1 അല്ല എടുത്തത്, എ ഈക്വൽ ടു 1 അല്ല, എ ഈക്വൽ ടു എന്താണ് പി ആണ്. 1 ഇൻറ്റു പി അല്ല, അല്ലെങ്കിൽ പി എന്നല്ല, പി എന്ന് എടുത്താൽ മതി. ഓക്കെ, പി എന്നാണ് നമ്മൾ എടുക്കേണ്ടത്, പി ആണ് കേട്ടോ. ഇവിടെ എ ഈക്വൽ ടു പി ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 മൈനസ് എന്ത് വരും, 4 ഇൻറ്റു 1 ഇൻറ്റു 1 പകരം ഇവിടെ എന്തായിരിക്കും, പി ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു പി 4p ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എന്ത് വരും, 12p എന്ന് വരും അല്ലേ, 12p ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ. ഇവിടെ എന്താണ്, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് നിൽക്കുന്ന ആരാ, പി ആണ് കേട്ടോ, പി ആണ് വരുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അപ്പോൾ ഡി ഈക്വൽ ടു ഇത് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, ഡി ലെസ് ദാൻ 0 ആവില്ല വേണ്ടത്, ഡി ലെസ് ദാൻ 0, വിച്ച് മീൻസ് 4 മൈനസ് 12p എന്ന് പറയുന്നത്, 4 മൈനസ് 12p എന്ന് പറയുന്നത് എന്തായിരിക്കണം, ലെസ് ദാൻ 0 ആയിരിക്കണം. എന്താണ്, ലെസ് ദാൻ 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദിസ് ഇംപ്ലൈസ് നമുക്ക് ഈ 4-നപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ -12p എന്താണ്, ലെസ് ദാൻ -4 ആയി. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്നത് ലെസ് ദാൻ ആണ് ഇവിടെ ഉള്ളത്, അവിടെ -4 ഉണ്ട്. ഈ -12നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് -12നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. ഓക്കെ, -12നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒരു സൈനിന് ചേഞ്ച് വരും, അല്ലേ. ഓക്കെ, ആ സൈൻ എന്താവും, ഈ സൈൻ എന്ന് പറയുന്നത് മൈനസാണ് ഇപ്പുറത്തേക്ക് മാറുന്നത്, ആ സൈൻ മാറും. അപ്പോൾ പി ലെസ് ദാൻ എന്നുള്ളത് എന്തായിട്ട് മാറും, ഗ്രേറ്റർ ദാൻ. എന്താണ് അവിടെ, -4 -12, മൈനസും കട്ട് ചെയ്ത് പോവും.
അപ്പോൾ എന്ത് വരും? P ഗ്രേറ്റർ ദാൻ 4/12. ഈ 4/12 ആൻസർ ഇല്ല, അത് നമുക്ക് ചെറുതാക്കണം. ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ എഴുതാം. P ഗ്രേറ്റർ ദാൻ 1/3. P ഗ്രേറ്റർ ദാൻ 1/3 ഒരു ഓപ്ഷൻ ഉണ്ടോ? P ഗ്രേറ്റർ ദാൻ 1/3. ഓക്കെ, ഗ്രേറ്റർ ദാൻ ആണ്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അല്ല, ഗ്രേറ്റർ ദാൻ 1/3. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ടേംസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ദ നമ്പർ ഓഫ് ടേംസ് ഓഫ് ദി എക്സ്പാൻഷൻ ഓഫ് ഏത് എക്സ്പാൻഷനാണ്? a + b + c raised to 10. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതെന്താണ്, എങ്ങനെയാണ് ചെയ്യുക? നമ്പർ ഓഫ് 10 കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ n + r - 1 കോമ്പിനേഷനായിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ n എന്ന് പറയുന്നത് എന്താ? n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 10 ആണ്. r എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അതിനകത്തുള്ള ടേംസ്, അത് 3 ആണല്ലേ. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് ഇടുന്ന സമയത്ത് 10 + 3 - 1 ഇതിനെയാണ് നമ്മളിനി എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ടത്. അപ്പോൾ ഇത് എത്ര വരും? 10 + 3 - 1 2 ആണ്. അപ്പോൾ 10 + 2 അല്ലേ, 12 ആണ് വരിക. എത്ര വരിക? 12. 3 - 1 ആണ്, അത് 2 ആണ്. അപ്പോൾ ഇതിനെങ്ങനെ ചെയ്യാം? n r ആണത്, n r എന്താണ് നോക്ക്, n r. അപ്പോൾ എന്ത് വരും? n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ n - 1 r ഫാക്ടോറിയൽ, അങ്ങനെയല്ലേ. അപ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് അത് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ആൻസർ വരിക? ഇങ്ങനെ എഴുതാം. 12 × 11 ഡിവൈഡ് ബൈ 2 × 1 എത്ര വരും? 6 കട്ട് ചെയ്ത് പോയി, 2 കട്ട് ചെയ്ത് പോയി. 6 × 11 66. ഓപ്ഷനിൽ 66 ഉണ്ടാവും. അതെ, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ പി അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? 4n² + 3n ആണ്. അങ്ങനെയാണെങ്കിൽ 10th ടേമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? സം ഓഫ് n ടേംസ് ആണ് ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 4 എന്താണ്? 4n² + 3n ആണ്. എന്ത്? SN ആണ് കേട്ടോ. അത് സമ്മാണ്. nth ടേമിൻ്റെ ഇക്വേഷൻ അല്ല, സമ്മിൻ്റെ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. നമുക്ക് 10th ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു സീരീസിലെ ഇങ്ങനെ പോകുന്നുണ്ട്. ആ സീരീസിലെ 10th പൊസിഷനിലുള്ള ആളെയാണ് കണ്ടുപിടിക്കേണ്ടത്. അയാൾ ആരാന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്താ? ആദ്യം 10th പൊസിഷൻ്റെ ആ സമ്മ് നോക്കിയാൽ മതി. 10th പൊസിഷൻ്റെ സമ്മ് അത് S10 ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ S9 കണ്ടുപിടിച്ചുകൂടെ? S10 കാണാം, S9 കാണാം. ഇതെന്നിട്ട് S10ൽ നിന്ന് S9 എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആ ടൈം കിട്ടും, ആ ഒരു ഡിഫറൻസ് കിട്ടും. അത് ആ ടൈം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് നേട് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ടൈം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. S10 ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. S10 എന്ന് പറയുന്നത് എന്ത് വരും? 4 ഇൻറ്റു ഉണ്ട് കേട്ടോ അവിടെ. 4 × 10² + 3 × 10. അപ്പോൾ 400ഉം 30 എത്ര വരും? 430. അതേപോലെ S9 കൂടി കണ്ടുപിടിച്ച് നോക്കി. 4 × 9² + 3 × 9 അല്ലേ. അപ്പോൾ 50² 81 എത്ര വരും? ഇത് 3 × 27. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് 351 സംതിങ് വരും. ഇനി ഇതൊന്ന് നമ്മുടെ മുന്നത്തെ ആൻസറിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. 430 - 351 എത്ര വരും? 350 49ഉം പിന്നെ എത്ര വരും? ഒരു 30 ഉണ്ടാവും അല്ലേ. 49 അപ്പോൾ 79 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തെന്താ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ ദ സം ഓഫ് ഓൾ ദ 3 digits നമ്പർ
റിപ്പീറ്റേഷൻ ഓഫ് ഡിജിറ്റ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ്സ് 1 2 3 4 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ദ സം ഓഫ് ഓൾ 3 ഡിജിറ്റ്സ് നമ്പർ 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഏതൊക്കെയാണ്? 1 2 3 4ഉം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് വെച്ചിട്ട് അവിടെ റിപ്പീറ്റേഷൻ പാടില്ല എന്നുള്ളൊരു റൂള് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എത്ര എണ്ണമുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്, ഓക്കെ, ഡിജിറ്റ്സ് എന്ന് എഴുതാം. നമുക്ക് ഡിജിറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള ഡിജിറ്റ്സ് എന്ന് പറയുന്നത് മൊത്തം 4 എണ്ണമാണ്. ഓക്കെ, 4 എണ്ണമാണ്. ഓക്കെ, അതിലെത്ര ഡിജിറ്റ് ചൂസ് ചെയ്യാൻ പറ്റിയ ടൈം? ഡിജിറ്റ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ, അവൈലബിൾ ആണ്, അവൈലബിൾ ഡിജിറ്റ്സ് ആണ്. ഡിജിറ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് 3 എണ്ണമാണ്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ മൊത്തം എത്ര തരത്തിലുള്ള കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും? 4 × 3 × 2 ഇത്രയും കോമ്പിനേഷൻ, അതായത് 24 കോമ്പിനേഷൻസ് നമുക്ക് ഇതൊന്ന് ഫോം ചെയ്യാൻ പറ്റും. 24 കോമ്പിനേഷൻസ് ഫോം ചെയ്യാൻ പറ്റും. ഈച്ച് ഓഫ് ദ 4 ഡിജിറ്റ്സ് എന്താണ് അപ്പിയേഴ്സ് ഈക്വലി ഇൻ ഓൾ പ്ലേസസ്. എല്ലാ പ്ലേസസിലും എന്ത് ചെയ്യും? ഈ 4 ഡിജിറ്റും വരും. അത് തന്നെ, അതായത് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കണം. ആ ഫ്രീക്വൻസി കാണാനുള്ളത് 24 ആണ് നമുക്ക് കോമ്പിനേഷനായിട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കയ്യിൽ അവൈലബിൾ ഡിജിറ്റ്സ് 4 ആണ്. അപ്പോൾ 24 / 4 ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫ്രീക്വൻസി കിട്ടും. അതിൻ്റെ ഫ്രീക്വൻസി മനസ്സിലായി. അതായത് 6 തവണ ഇത് ഓരോ ഡിജിറ്റും ഈ ഒരു കോമ്പിനേഷനിൽ എന്ത് വരും? അപ്പിയർ ചെയ്ത് വരും. 4 ഡിജിറ്റ് ഈക്വലി എല്ലാ പ്ലേസിലും എന്ത് ചെയ്ത് വരും? അപ്പിയർ ചെയ്ത് വരും. അപ്പോൾ അതിങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യുന്നത് ഒന്നുകൂടി പറയാം. 6 ടൈംസ് കിട്ടും. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി ഇവിടെ എക്സ്ട്രാ കണ്ടുപിടിക്കണം. സം ഓഫ് അവൈലബിൾ ഡിജിറ്റ്സ്. സം ഓഫ് അവൈലബിൾ ഡിജിറ്റ്സ് എത്ര സം വരുന്നത്? 1 + 2 + 3 + 4 4 3 7 3 10 വരുന്നത്. സം എന്ന് പറയുന്നത് 10 വരുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി ഇൻറ്റു സമ്മ് ചെയ്യണം. ഫ്രീക്വൻസി ഇൻറ്റു സമ്മ് 6 × 10 എന്ന് വരും. അത് എത്ര വരും? 60 എന്ന് വരും. ഇനി 3 പൊസിഷനാണ് പറഞ്ഞത്. 3 പൊസിഷനാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ടെൻസ് പ്ലേസ് ഉണ്ട്, വൺസ് പ്ലേസ് ഉണ്ട്. എവിടെ വൺസ് പ്ലേസ് ഉണ്ട്, ടെൻസ് പ്ലേസ് ഉണ്ട്, 100ൻ്റെ പ്ലേസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിലും ഇത് ഇൻറ്റു ചെയ്താൽ മതി. എന്ത് വരും? 60 × 100 + 60 × 10 + 60 × 1. അപ്പോൾ എത്ര വരും? 600 + 60 + 60 അല്ലേ? 6000 + 600 + 60 അല്ലേ? അങ്ങനെയല്ലേ വരിക? ഓക്കെ, എത്ര വരും? 6 6 6 6 0 6660. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 4 ഡിജിറ്റുകൾ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അവൈലബിൾ ഡിജിറ്റ്സ് 4 ആണ്. പക്ഷേ നമുക്ക് ഉണ്ടാക്കുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് 3 ഡിജിറ്റാണ്. അപ്പോൾ 3 ഡിജിറ്റേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മാക്സിമം ഇന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കോമ്പിനേഷൻ 4 × 3 × 2 × 1. 24 കോമ്പിനേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 24 കോമ്പിനേഷനിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓരോ ഡിജിറ്റും ഓരോ പ്ലേസിൽ ഈക്വലി അപ്പിയർ ചെയ്യുന്നുണ്ട്. ഈ 4 ഡിജിറ്റും. അതിനൊന്ന് 24നെ ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 6 ടൈംസ് ആണെന്നുള്ളത് മനസ്സിലാവും. ആ 6 ടൈംസ് സം ഓഫ് അവൈലബിൾ ഡിജിറ്റ്സ് നോക്കുക, 10 ചെയ്യുക. ആ 10നെയും ഇതിനെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 60 കിട്ടും. 60 കിട്ടിയിട്ട് എന്ത് ചെയ്യുക? 16 നമുക്ക് 3 പ്ലേസ് ആണല്ലേ, 3 ഡിജിറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും ഇതിനകത്ത്, അതായത് 10th പ്ലേസ്, 100 പ്ലേസ്, 1's പ്ലേസ്, അതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻസറിൽ കിട്ടും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? വാല്യൂ ഓഫ് എക്സ്പ്രഷൻ എന്താണ്? 1/sin 10 - √3 cos 10 ഡിഗ്രി ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് 1/sin 10 - √3 cos 10 ഡിഗ്രി ബൈ cos 10 ഡിഗ്രി, √3 cos 10 ഡിഗ്രി. ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കഴിഞ്ഞാൽ, അതായത് ഒരു
4-5 സ്റ്റെപ്പ് ഉണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. ആൻസർ വരുന്നത് 4 ആണ് കേട്ടോ. ആൻസർ വരുന്നത് 4 ആണ്. നമ്മളതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തുണ്ട്, ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യം ചെയ്യാം. ഇതിൽ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് cos 10, ആ 10 ഡിഗ്രിയിൽ 10 എഴുതുന്നുള്ളൂ കേട്ടോ. cos 10 മൈനസ് ഇത് 1 × cos 10 √3 sin 10 √3 sin 10 താഴെ ആയിട്ടുണ്ട് sin 10 cos 10 ഉണ്ട്. ഓക്കെ, ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്, അതായത് ഇതിനെ നമ്മൾ നമുക്ക് അറിയുന്ന ഒരു ഇതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സിറ്റുവേഷൻ, ഇപ്പോൾ sin a - b അല്ലെങ്കിൽ cos a - b ആ ഒരു എക്സ്പാൻഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ചില നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മെത്തേഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഇതിന് ആൻസറിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മൾട്ടിപ്ലൈ ബൈ 2, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത് ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ഹാഫ് cos 10 മൈനസ് √3/2 sin 10. ഓക്കെ, ഡിവൈഡ് ചെയ്തിട്ട് ആ ഇൻറ്റു ഞാൻ ഇവിടെ കൊടുക്കാൻ പോവാം. ഇൻറ്റു പുറത്ത് 2 കൊണ്ട് എൻഡ് ചെയ്തു. അപ്പോൾ ഇതെന്തിനാണ് എഴുതുന്നത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിപ്പോൾ എന്ത് വരും, താഴെ എന്തുണ്ട് നമുക്ക് sin 10 cos 10 ഉണ്ട്. അതിനെ നമ്മളിപ്പോൾ മാറ്റുന്നില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം ഇതെന്താ നോക്കുക. ഹാഫ്, അതായത് 1/2 √3/2 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, sin 30 എന്നും cos 30 എന്ന് എഴുതാം അല്ലേ, എഴുതിക്കൂടെ. അതായത് ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഹാഫിനെ, അതായത് 1/2 നമുക്ക് എങ്ങനെ എഴുതാം, sin 30 എന്ന് എഴുതാം. √3/2 നമുക്ക് എന്ത് എഴുതാം, അങ്ങനെയാണെങ്കിൽ cos 30 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് എന്താണ് ആൻസർ കിട്ടുക, 2 അവിടെ തന്നെ ഉണ്ട്. sin 30 cos 10 മൈനസ് cos 30 sin 10. ആ പറയുമ്പോൾ തന്നെ ആ ഒരു പാറ്റേൺ വരുന്നുണ്ടോ, sin a cos b മൈനസ് cos a sin b അല്ലേ, ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട് sin 10 cos 10 ഉണ്ട്. അപ്പോൾ അത് അതേപോലെ തന്നെ വെച്ചു. അപ്പോൾ നമ്മൾ ഇത്രയാണ് ചെയ്തത്. ഇനി എന്ത് ചെയ്യുക, അപ്പോൾ ഈ ഉള്ള ഇത്രയും സാധനത്തിന് നമുക്ക് എന്തായിട്ട് മാറ്റി എഴുതാം, sin a, ഇതിപ്പോൾ എന്താണ് sin a - b ഫോമാണല്ലേ, sin a - b. അപ്പോൾ a എന്താ, a 13 ആണ്, b എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ sin 30 ഡിഗ്രി മൈനസ് 10 ഡിഗ്രി ആണത് അല്ലേ, 2 ഉണ്ട്. ഇത്രയും ഈ മുകളിലത്തെ ഇത്രയും സാധനത്തിനാണ് നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റി എഴുതുന്നത്. താഴെ sin 10 cos 10 തന്നെ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഈ a - b കൂടി ചെയ്യും. 2 × sin 30 ഡിഗ്രി മൈനസ് 10 ഡിഗ്രി എത്ര വരും, 20 ഡിഗ്രി വരും. sin 20 ഡിഗ്രി അതവിടെ നോക്കട്ടെ. sin 20 ഡിഗ്രി താഴെ sin 10 ഉണ്ട്, cos 10 ഉണ്ട്. ഇനി താഴെയുള്ള ആളെയും കൂടി നമ്മൾ മാറ്റാൻ പോവാണ്. വീണ്ടും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു × 2 ചെയ്യാൻ പോവാം. അതായത് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, × 2 ചെയ്യാൻ പോവാണ്. രണ്ട് സൈഡും × 2 ചെയ്യാൻ പോവാണ്. ഓക്കെ, താഴെയും മുകളിലും ചെയ്യണം. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. × 2 ചെയ്യുന്ന സമയത്ത്, അതായത് ഇതിനെ മൊത്തത്തിലാണ് × 2 ചെയ്യുന്നത്. ഇതിനെ മൊത്തം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനെ എൻ്റെ ഒരു സാധനത്ത് നമ്മൾ × 2 ചെയ്യാം. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, × 2 ആണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു എക്സ്പ്രഷൻ. ഓക്കെ, × 2 ചെയ്യുന്ന സമയത്ത് എവിടെ വരും, ഇങ്ങനെ വരും. ഓക്കെ,
2 ഇൻറ്റു സൈൻ 20 ആയിരുന്നില്ലേ, അതെന്ത് വരും 4 ഇൻറ്റു സൈൻ 20 ഡിഗ്രി. 4 ഇൻറ്റു സൈൻ 20 ഡിഗ്രി. അപ്പോൾ എന്തുകൊണ്ടാണ് 2 കൊണ്ട് ചെയ്യുന്നതെന്ന് ഇപ്പോൾ കാണാം. കാരണം താഴെയുള്ള ആൾ സൈൻ 10 കോസ് 10 ആണ്. അതിന് പകരം നമുക്ക് 2 കൊണ്ട് ഇൻറ്റു ഇത് എന്ത് വരും 2 സൈൻ 10 കോസ് 10 എന്ന് കിട്ടും. ഈ 2 സൈൻ 10 കോസ് 10നെ നമുക്ക് ഈസി ആയിട്ട് എന്ത് എഴുതാൻ പറ്റും? അതെന്താണ്? അത് സൈൻ 20 ആണ്. അതായത് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 2 തീറ്റയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? പറഞ്ഞുതരാം. ഇവിടെ എഴുതി തരാം. അതായത് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു സൈൻ 2 തീറ്റയാണ്. അതായത് ഇവിടെ എന്തായിരുന്നോ തീറ്റ, ഇവിടെ നോക്ക് ഇവിടെ എന്തായിരുന്നോ തീറ്റ അതിൻ്റെ ഡബിൾ ആയിരിക്കും, സൈൻ 2 തീറ്റ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്തായിരുന്നു? ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 10 ആണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റയിൽ തീറ്റ 10 ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് വരും? അതിനെ നേരെ സൈൻ 10 + 10 ചെയ്താൽ മതി. ഇപ്പോൾ അല്ലെങ്കിൽ 2 × 10 ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 20 ഡിഗ്രി എന്ന് വരും. സൈൻ 20 ഡിഗ്രി. മുകളിൽ ആരുണ്ട്? 4 സൈൻ 20 ഡിഗ്രി തന്നെ മുകളിലുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക? സൈൻ 20 ഡിഗ്രി ബൈ സൈൻ 20 ഡിഗ്രിയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 4 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ, നമ്മളിതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്ത്? ആദ്യം അതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഈ ഒരു രീതിയിൽ ആൻസറിലെത്തും. പിന്നെ നമുക്ക് അറിയുന്നൊരു എക്സ്പ്രഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് ഇൻറ്റു ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തപ്പോൾ ഈ ഒരു ഫോമിൽ കിട്ടി. ഈ ഫോമിൽ കിട്ടിയിട്ട് നമ്മൾ ഹാഫിനെയും അതായത് 1/2നെയും √3/2നെയും നമ്മൾ എന്ത് ചെയ്തു? സൈൻ്റെയും കോസിൻ്റെയും ടേമിലേക്ക് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതു? അപ്പോൾ നമുക്ക് കിട്ടിയത് സൈൻ a - bൻ്റെ എക്സ്പാൻഷനാണ്. സൈൻ a കോസ് b മൈനസ് കോസ് a സൈൻ b ആണത് മനസ്സിലായി. അതിനതേപോലെ തന്നെ എഴുതിയിട്ട് അതിനെ നമ്മൾ ഇതിൻ്റെ ഈ രീതിയിലേക്ക് മാറ്റി എഴുതിയിട്ട് നമ്മുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേപോലെ അല്ലെങ്കിൽ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതിനെ ചെയ്ത് ഇത്രയും ചെറുതാക്കി. അതിനുശേഷം നമ്മൾ അടുത്ത് ഇയാളെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണെങ്കിൽ നമുക്ക് അതിനെ മാറ്റി എഴുതാം. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു 2 ചെയ്തത്. ഇൻറ്റു 2 ചെയ്ത സമയത്ത് നമുക്ക് ഇങ്ങനെ വന്നു. നമുക്കിതിനെ രണ്ടിനെയും കട്ട് ചെയ്ത് പോവും. 4 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ പറയുന്നത്? ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിൻറ്റ്സ് 1, 2, 3, 4 വിത്ത് ദി കോർഡിനേറ്റ്സ് ആക്സിസ് ഈസ് ഡാഷ് സ്ക്വയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലൈൻ സെഗ്മെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം എന്താണ് ലൈൻ ഓഫ് ദി ഇക്വേഷൻ എത്രയാണ്? എങ്ങനെ എഴുതാം? y - y1 ഈക്വൽ ടു എന്താണ്? m × x - x1 ആണ്. m × x - x1 ആണ്. m എന്താ? m എന്ന് പറയുന്നത് സ്ലോപ്പാണല്ലേ? എന്താണ്? സ്ലോപ്പാണ് m എന്ന് പറയുന്നത്. m ഈക്വൽ ടു നമുക്ക് എങ്ങനെയാണ് എങ്ങനെ കണ്ടുപിടിക്കാം? y2 - y1. അപ്പോൾ എന്ത് വരും? അല്ലേ, y2 - y1 x2 - x1 ചെയ്താൽ പോരെ. അപ്പോൾ y2 എത്ര? 4 - ഇതാണ് കേട്ടോ y2. ഇവിടെ y2 y1 x2 x1. അപ്പോൾ എങ്ങനെ വരും? 4 - 2 / 3 - 1. 4 - 2 എന്ന് പറയുമ്പോൾ 2 / 2 ഈക്വൽ ടു സ്ലോപ്പ് 1 ആണ് കേട്ടോ. ഓക്കെ, ഇനി എന്ത് വരും? അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഇവിടെ y - y1 അല്ലേ ഈക്വൽ ടു m × x - x1 അല്ലേ? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? y - y1 എത്രയാണ്? y1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 2 ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 × x - x1 എത്രയാണ്? x1 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? ഇത് ഇംപ്ലൈസ് എന്ത് വരും? 1 × അല്ലേ വരും? y - 2 ഈക്വൽ ടു x - 1. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? y ഈക്വൽ ടു ഇതിനപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് x + 1 എന്ന് വരും. y ഈക്വൽ ടു x + 1 എന്ന് വരും. ഓക്കെ,
ഇനി ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ നമുക്ക് ഹാഫ് ഇൻറ്റു ബി എച്ച് അല്ലെങ്കിൽ എക്സ് ഇൻ്റർസെപ്റ്റ് ഇൻറ്റു വൈ ഇൻ്റർസെപ്റ്റ് എന്ന് എഴുതാം. അപ്പോൾ വൺ ഇൻ്റർസെപ്റ്റ് നമുക്ക് കാണണം. എവിടെ 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 നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ അല്ലേ, ഏരിയ ക്ലോസ്ഡ് അല്ലേ, ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഇൻ്റർസെപ്റ്റ് ഇൻറ്റു മോഡുലസ് ഓഫ് വൈ ഇൻ്റർസെപ്റ്റ് ആണ്. ഇതിൽ ഓരോന്നും കണ്ടുപിടിക്കുക. എക്സ് ഇൻ്റർസെപ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഇംപ്ലൈസ് വൈ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. വൈ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് നമുക്കിത് എന്തായിരിക്കും, എന്താ വരിക? വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 0 ഈക്വൽ ടു എക്സ് പ്ലസ് 1. അതിൽ നിന്ന് ഇംപ്ലൈസ് ആ 1 ഇപ്പുറത്ത് വരുന്ന സമയത്ത് എക്സ് എന്ത് വരും? എക്സ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ പോയിൻ്റ് എങ്ങനെ വരിക? ആ പോയിൻ്റ് -1,0 അതിന് ആവശ്യമില്ല, അത് എക്സ് എന്താണെന്ന് വൈ എന്താണെന്ന് കിട്ടിയാൽ മതി. ഓക്കെ, അതിനുശേഷം വൈ ഇൻ്റർസെപ്റ്റ് കാണാം. എക്സിന് 0 കൊടുക്കുക, എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വരും? വൈ ഈക്വൽ ടു 0 പ്ലസ് 1 എന്ത് വരും? വൈ ഈക്വൽ ടു 1 എന്ന് വരും അല്ലേ? വൈ ഈക്വൽ ടു 1 എന്ന് വരും. വൈ ഈക്വൽ ടു 1. ഇനി അതിൽ ഇൻറ്റു ചെയ്താൽ മതി. ഏരിയയിൽ എവിടെ? ഏരിയ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഏരിയ കാണാനുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. താഴെ നമുക്ക് ഒന്നും കൂടി എടുത്ത് എഴുതാം. ഏരിയ ഈക്വൽ ടു എന്ത് വരും? 1/2 ഇൻറ്റു മോഡ് -1 ഇൻറ്റു 1. അപ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു 1 ഇൻറ്റു 1 എത്ര വരിക? 1/2 തന്നെ വരും. 1/2 തന്നെ വരും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ക്ലിയർ ആയോ? എന്താ ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് ജി ബി എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്ത് എന്താണ് ഇങ്ങനെ എഴുതിയാൽ അത് ഡിറ്റർമിനൻ്റ് ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് ജി എന്ന് പറയുന്നത് 10 ആണ്. ദെൻ എ ഡി ജി എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജോയിൻ്റ് ഓഫ് ജി ആണ്, അല്ലെങ്കിൽ അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് ജി ആണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇതിനെന്താ പറയുക? ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ എങ്ങനെ വായിക്കാം? ലെറ്റ് ജി ബി എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 4 വിത്ത് ഡിറ്റർമിനൻ്റ് 10 ആണ്. അതുപോലെ തന്നെ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ മെട്രിക്സ്, അതായത് അഡ്ജോയിൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഈസ് ഡാഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതായത് ഡിറ്റർമിനൻ്റ് തന്നിട്ട് അഡ്ജോയിൻ്റ് കാണണം. ഓൺലി ഏത് കേസിലേ വർക്ക് ചെയ്യുള്ളൂ? സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അഡ്ജോയിൻ്റ് ഓഫ് എയോ ജിയോ എന്തെങ്കിലും ഇതെന്താണോ ആ മെട്രിക്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് മെട്രിക്സിൻ്റെ n-1 ആയിരിക്കും. n-1 എന്താണ്? n ഓർഡറാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് ജി എന്ത് തന്നിട്ടുണ്ട്? 10 തന്നിട്ടുണ്ട്. ഓർഡർ എത്ര? n = 4 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്ന് ഈസി ആയിട്ട് നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ് ഡിറ്റർമിനൻ്റ് അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിച്ചൂടെ, അല്ലെങ്കിൽ ജി എന്ന് കണ്ടുപിടിച്ചൂടെ? ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് ജി എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് ജി മൈനസ്, ഇനിയിപ്പോൾ ഞാൻ n-1 പകരം എന്ത് ചെയ്തു? 4 - 1 എന്ന് എഴുതി. 4 - 1 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 3 ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ 10 ആണ്. 10⁻3. ആൻസർ എഴുതേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെയാണ് ഓപ്ഷനിലുള്ളത്. 10⁻3. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് എമോങ് ദ ഫോളോയിങ് ഡാറ്റ സെറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ്? താഴെ തന്നിരിക്കുന്ന ഡാറ്റ സെറ്റിൽ ഏതാണ് കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡാറ്റ സെറ്റാണ്. ഓക്കെ, ഡാറ്റ സെറ്റ്. അപ്പോൾ ഏത് ബേസിൽ ഇത് കൺസിസ്റ്റൻ്റ് ആവണ്ട എന്നുള്ള കാര്യം എന്ത് വെച്ച് നോക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ബേസിക് റൂൾ അനുസരിച്ച് അല്ലെങ്കിൽ ബേസിക് റിലേഷൻ ഇതിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ അരിത്തമാറ്റിക് മീൻ വേഴ്സസ് ജോമെട്രിക് മീൻ ആയിരിക്കും. ഇത് എന്താണ്? AM വേഴ്സസ് GM ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്? മീൻ വേഴ്സസ് വേരിയൻസ് ആയിരിക്കും. അതായിരിക്കും ഈ സെറ്റിലുള്ള ഡാറ്റ.
എന്താണെങ്കിലും ഇപ്പോൾ നമുക്കിങ്ങനെ വരിക, അതായത് അരിത്തമാറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓടായിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ ഇതിലുണ്ടെങ്കിൽ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ വേരിയൻസിൻ്റെ കേസിലാണെങ്കിലും മീനിൻ്റെ കേസാണെങ്കിലും ഈ ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ എ നോക്ക്, 10 ഗ്രേറ്റർ ദാൻ 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് പറയുന്നത് ശരിയാണോ? അത് ശരിയല്ല, തെറ്റാണത്. ഓക്കെ, ഇനി നോക്ക് 11 ഗ്രേറ്റർ ദാൻ 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇനി 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അടുത്തതാരാ? 8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇയാളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? AM ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു GM ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ വേരിയൻസിൻ്റെ മിന്നിങ് കേസിലാണെങ്കിൽ അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ആകെ ഓടായിട്ട് നിൽക്കുന്ന ആരേ ഉള്ളൂ? ഇതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു ഇതിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതുവരെയുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.